എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് മെത്തേഡ്, അതായത് കാർൽ പിയേഴ്സൺ യൂസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മെത്തേഡാണ്. ബാക്കി രണ്ട് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഒന്ന് ഡയറക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ അരിത്മെറ്റിക് മെയിൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടി ബാക്കിയുണ്ട്. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ബൈ യൂസിങ് അസ്യൂംഡ് മീൻ. ഇതിന് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർൽ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അതിൽ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഇക്വേഷനാണ് R = n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എസ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എസ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായിരുന്നു? ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ, അതായത് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു പ്രോബ്ലം എക്സ് ആൻഡ് വൈ രണ്ട് വാരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ് ആൻഡ് വൈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ആൻഡ് വൈ വാരിയബിൾസ് നമ്മൾ എടുത്ത് എഴുതി. ഇതിൽ നമുക്കിനി ചെയ്യേണ്ടത് ഒരു അസ്യൂംഡ് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേബിളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വാരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന വാരിയബിളിൽ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. 48, 52, 64, 54, 42, 78 അങ്ങനെ നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മിഡിൽ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? അസ്യൂംഡ് മീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഷോർട്ട് കട്ട് മെത്തേഡ് അതേ അസ്യൂംഡ് മീൻ യൂസ് ചെയ്യുന്ന പോലെ എ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും, മിഡിൽ വരുന്ന വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ എന്താണ് ഈ ഒരു എക്സ് എന്ന വാരിയബിളിൽ മിഡിൽ വാല്യൂ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 60 ആണ്. അതാണ് അസ്യൂംഡ് മീൻ എ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അതേപോലെ തന്നെ വൈയിലും ഇതേപോലെ തന്നെ അസ്യൂംഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് മിഡിൽ വാല്യൂ നമ്മൾ നോക്കും, അതായത് എല്ലാ വാല്യൂസ് എഴുതിയിട്ട് അതിൽ മിഡിൽ വരുന്ന വാല്യൂ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 120 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതാണ് വൈ എന്ന വാരിയബിളിൽ വരുന്ന അസ്യൂംഡ് മീൻ. ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. ഓരോ വാരിയബിളിൽ വരുന്ന വാല്യൂസ് നമ്മൾ അതാത് അസ്യൂംഡ് മീൻ വെച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഡി എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും വരിക? 48 ആണ്. അതായത് എക്സിന് നമ്മൾ ആദ്യം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈയിലേക്ക് കിടക്കാം. ഫസ്റ്റ് എക്സിൻ്റെ ഇതിൽ കാണുകയാണെങ്കിൽ ഡി എക്സ് കാണുകയാണെങ്കിൽ 48 മൈനസ് 60, അതായത് എക്സ് എന്ന വാരിയബിളിൽ അസ്യൂംഡ് മീൻ 60 ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന വാല്യൂ -12 ആണ്. ഇനി അടുത്ത വാല്യൂ 52 ആണ്. സോ 52 മൈനസ് 60, അപ്പോൾ -8. അങ്ങനെ എക്സിലുള്ള അതായത് ഡി എക്സ് കാണാനായിട്ട് എക്സ് എന്ന വാരിയബിളിൽ ഓരോ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു -60 എടുത്ത് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതായത് എക്സ് എന്ന വാരിയബിളിൽ അല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് അതിൽ മിഡിൽ വാല്യൂ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് അസ്യൂംഡ് മീൻ ആയിട്ട് നമ്മൾ ഓരോ വാരിയബിളും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് എക്സ് എന്ന വാരിയബിളിൽ 60, വൈ എന്ന വാരിയബിളിൽ 120 കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഡി എസ് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് ഡി എക്സ് സ്ക്വയർ ആണ്. ഇത് നമ്മൾ ഈ പ്രോസസ്സ് സെയിം ആണ്. ഏതായിട്ട് നമ്മുടെ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ചെറിയൊരു വ്യത്യാസം എന്നുള്ളത് നമ്മൾ അസ്യൂംഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇത് കൺസിഡർ ചെയ്യുന്നു. ബാക്കി എല്ലാം പ്രോസസ്സ് സെയിം തന്നെയാണ്. സബ്സ്ട്രാക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതായത് -12ൻ്റെ സ്ക്വയർ 144, അതിന് -8ൻ്റെ 64, അങ്ങനെ ഓരോന്നും ഡി എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് ഡി വൈ ആണ്. ഡി വൈയിലും ഇതേപോലെ തന്നെ അസ്യൂംഡ് മീനായിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ളത് 120 ആണ്. ദെൻ ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് വരുന്ന വാല്യൂ 90 ആണ്. അപ്പോൾ 90 മൈനസ് 120, അപ്പോൾ നമുക്ക് -30 വരും. അത് കഴിഞ്ഞാൽ അടുത്തത് 98 മൈനസ് 120, അപ്പോൾ -22. അങ്ങനെ ഇതേപോലെ ഡി വൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡി വൈ സ്ക്വയർ. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി
എക്സും ഉണ്ട് ഡി വൈ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ വാല്യൂ 12 ആണ്. സോ -12 ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് -30 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ -18 ഇൻറ്റു -22. അങ്ങനെ ഇതേപോലെ ഡി എക്സും ഡി വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫൈനലി എന്ത് വേണം, എല്ലാ കോളത്തിൻ്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, n ഇൻറ്റു n എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 12 പെയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 12 ആണ് വരിക. അപ്പോൾ 12 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ, അത് നമ്മൾ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്, 4184 ആണ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് അടുത്തത് എന്താണ്, സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ, അതെത്രയാണ് വരുന്നത്, 16ഉം അതുപോലെ തന്നെ 46 ആണ് വരുന്നത്. അതും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ. അപ്പോൾ n എന്ന് പറയുന്നത് 12 ആണ്. ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് വരുന്നത്, 2512 ആണ്. മൈനസ് ഡി എക്സ് എത്ര വരുന്നത്, ടോട്ടൽ 16 ആണ്. അപ്പോൾ 16 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അടുത്ത റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ, അത് എത്രയാണ് വരുന്നത്, 8684 മൈനസ് ഡി എക്സ് ഓൾ സ്ക്വയർ ഡി വൈ ഓൾ സ്ക്വയർ, അത് എത്രയാണ്, 46 ആണ്. അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും അതിൻ്റെ ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുക. ഫൈനലി നമ്മൾ അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പോസിറ്റീവാണ് നമ്മുടെ കോറിലേഷൻ, അതും എബോവ് 0.75 ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക, ഹൈ ലെവലാണ്, അതായത് ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷനാണ് നമുക്കുള്ളത്. നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ, അതായത് കോറിലേഷനിൽ ഏത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും ഫൈനലി നമ്മളതിന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂസ് നമ്മൾ നോക്കിയിട്ട് വേണം അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അതിൽ തന്നെ വരുന്നുണ്ട് 3 കാറ്റഗറി, എന്താണ്, ഹൈ, ലോ, മോഡറേറ്റ്. അത് നോക്കിയിട്ട് അതിൻ്റെ കോറിലേഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കോറിലേഷനിൽ വരുന്ന 3 മെത്തേഡുകൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി അതല്ല അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് വേണം കോറിലേഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി അസ്യൂംഡ് മീൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കോറിലേഷനിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡ്, അതായത് കാർലും പിയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ വരുന്ന 3 മെത്തേഡുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് കോറിലേഷൻ്റെ മെത്തേഡ് വരുന്നുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.